ശ്രദ്ധിക്കുക. സംസാരിച്ചോട്ടെ, നീ എന്തിനാ ഇത്ര ഓവർ ആക്കുന്നത്? നിനക്ക് അതിൻ്റെ ആവശ്യം എന്താ? മര്യാദക്ക് സംസാരിച്ചോട്ടെ. നമ്മളെ പുറമേ നിന്ന് കുറേ ആളുകൾ സപ്പോർട്ട് ചെയ്യും. എനിക്ക് ചിലപ്പോൾ വീഴ്ചകൾ ഉണ്ടാകും, ചിലപ്പോൾ എനിക്ക് തകർച്ചകൾ ഉണ്ടാകും. പിന്നെ നമ്മൾ ആരും മുന്നിൽ പോയിട്ട് ഫേക്ക് ആവാൻ നോക്കരുത്. ഉള്ള പോലെ ആവാം. നിങ്ങൾക്ക് ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ സബ്സ്ക്രൈബിങ് ആൻഡ് സപ്പോർട്ടിങ് മീ. ഇനി നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിലും ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാം, എന്നെ സപ്പോർട്ട് ചെയ്യുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നുണ്ട് വെച്ചാൽ എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് മെസ്സേജസ് വരുന്നില്ല, എന്താ വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ യൂട്യൂബിൽ, എവിടെ പോയി, ഇപ്പോൾ ഒന്നും ചെയ്യാത്ത എന്താ അതൊക്കെ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും സമയം കിട്ടാത്തതുകൊണ്ടാണ്. കുറേ കാര്യങ്ങളുണ്ട്, കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, പ്രോജക്ട്സ് ഉണ്ട്, എല്ലാത്തിൻ്റെയും കൂടി ഒരു ഇടയിലായതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. അപ്പം ഇങ്ങനെ ചോദിച്ച് വരുന്ന ആളുകളോട് താങ്ക് യു സോ മച്ച്. പിന്നെ എന്നെ ഒരുപാട് പേര് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, നല്ലതാണ് വീഡിയോസ് ഇത്ര ഇനിയും ചെയ്യണം, നമുക്ക് സ്ട്രെങ്ത് തന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത്, അതായത് മെൻ്റൽ സപ്പോർട്ട് തന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പേര് എനിക്കുണ്ട്. അപ്പോൾ അവരോടൊക്കെ താങ്ക് യു സോ മച്ച്. ഞാൻ ഇത്രയും സപ്പോർട്ട് കിട്ടുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ലിറ്ററലി ഞാൻ ഭയങ്കര ഇമോഷണലായി പോയി. വൺസ് ഞാൻ എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയെന്നുള്ളതാണ്. എനിക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു, എന്നാൽ ഞാനെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ബ്രേക്ക് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ ഒരിക്കലും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് ശരിയായില്ലെങ്കിൽ അവർ നമ്മൾ ജഡ്ജ് ചെയ്യും എന്ന് നമ്മൾ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അവരെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. അത് നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ അത് എടുക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് തിങ്ക് ചെയ്യരുത്. അപ്പം നിങ്ങൾക്കും അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടമുണ്ട് ഇങ്ങനെ ചെയ്യാനെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡൂ ഇറ്റ് അറ്റ് ദ ഏർലിയസ്റ്റ്, അല്ലെങ്കിൽ ഡൂ ഇറ്റ് നൗ. ഡോണ്ട് തിങ്ക് ഫോർ ടുമോറോ. ഒരിക്കലും നാളത്തേക്ക് ചിന്തിക്കരുത്. കാരണം ഞാൻ അങ്ങനെ ഒരാളായിരുന്നു. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ പുറമേ നിന്ന് കുറേ ആളുകൾ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ നല്ലതാണ്, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പം മേ ബി ഒന്നെങ്കിൽ ജലസാവും, ചിലപ്പം വേറെ എന്തെങ്കിലും ആവും, വട്ടെവർ. അപ്പം അങ്ങനെയൊന്നും നിങ്ങൾ തിങ്ക് ചെയ്യാതിരിക്കുക. നമുക്ക് ഒരിക്കലും മറ്റൊരാളുടെ ഗ്രോത്തിൽ കണ്ടിട്ട് ഇതെന്ത് ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കാതിരിക്കാം. ലെറ്റ് ദം ഗോ, ലെറ്റ് ദം ബി വാട്ട് ദേ ആർ ആൻഡ് നെവർ ഗോ ആൻഡ് ബി ഫേക്ക് ഇൻ ഫ്രണ്ട് ഓഫ് എനിവൺ. നമ്മൾ ആരും മുന്നിൽ പോയിട്ട് ഫേക്ക് ആവാൻ നോക്കരുത്. ഉള്ള പോലെ ആവാം. നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊരാളെ പ്ലീസ്ഡ് ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം അതിൻ്റെ ആവശ്യമില്ല. ബി വാട്ട് യു ആർ. നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് ആണ് തോന്നുന്നത് അവരുടെ അടുത്ത് ഓപ്പൺ അപ്പ് ആവാം, അല്ലാതെ ഡോണ്ട് ഗോ ആൻഡ് ആക്ട് ഇൻ ഫ്രണ്ട് ഓഫ് എനിവൺ. അത്രേ ഉള്ളൂ. ഞാൻ ആക്ച്വലി ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഇങ്ങനെ സംസാരിക്കും. പിന്നെ ഒരു കാര്യം, എനിക്ക് ശരിക്കും ഒരു ക്ലാസ്സിലൊരു സെമിനാർ എടുക്കാനോ അല്ലെങ്കിൽ എനിക്കൊരു മര്യാദയ്ക്ക് ഞാൻ സംസാരിക്കാറില്ല. ചില സമയത്ത് ഞാൻ സംസാരിക്കുമ്പോൾ സോൺ ഔട്ട് ആയി പോകാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വരാറുണ്ടോ. ചിലപ്പോൾ ചില ആളുകൾക്ക് അത് ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ ഞാൻ പറയുന്നു അതൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ നോക്കുക. ബ്രേക്ക് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് എന്ത് പറ്റൂല എന്ന് തോന്നുന്നു അത് നമ്മൾ ചെയ്ത് കാണിക്കാം. ചിലപ്പോൾ ശരിയാവില്ല, വീഴും, പിന്നെ എഴുന്നേക്കാം, പിന്നെ ശ്രമിക്കാം. പക്ഷെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. അത് അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കാം. മോട്ടിവേഷണൽ സ്പീക്കറോ അല്ലെങ്കിൽ എന്താ പറയുക അഡ്വൈസറോ ഒന്നുമല്ല, എനിക്കിങ്ങനെ പറയാനുള്ള റൈറ്റും ഇല്ല. കാരണം ഞാൻ ഇതുപോലെ എൻ്റെ മൈൻഡിൽ പല ഫ്ലക്ച്വേഷൻസും വരാറുണ്ട്. ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലും സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും, നല്ലൊരു കറക്റ്റ് സമയം വരുന്നു, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ പെർഫെക്റ്റ് ടൈം, ആ ടൈമിൽ ഞാൻ ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കരുത്. നമ്മൾ ടൈമിനെടുക്കുക, അതിനെ പെർഫെക്റ്റ് ആക്കുക. മേക്ക് ഇറ്റ് പെർഫെക്റ്റ്, ടേക്ക് എ മൊമെൻറ്റ്, മേക്ക് ഇറ്റ് പെർഫെക്റ്റ് എന്ന് കേട്ടിട്ട് അത്രേ ഉള്ളൂ. എനിക്ക് ചിലപ്പോൾ വീഴ്ചകൾ ഉണ്ടാകും, ചിലപ്പോൾ എനിക്ക് തകർച്ചകൾ ഉണ്ടാകും. പക്ഷേ സംഭവിച്ചോട്ടെ, നമ്മൾ അതിൽ നിന്നും പലതും പഠിക്കുന്നുണ്ട്. എല്ലാ ദിവസവും എല്ലാവർക്കും സക്സസ്ഫുൾ ആവണമെന്നില്ല. പിന്നെ ഈ സക്സസ്ഫുൾ എന്നുള്ള വാക്കില്ല. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് നമ്മൾ തിങ്ക് ചെയ്യും, കാരണം അടുത്തത് എന്താ, ഇനി അതിനെക്കുറിച്ചിട്ട് നമ്മൾ അത് ടാർഗറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാൻ നോക്കും. അതങ്ങനെയാണ്. അതുകൊണ്ട് ആരും ലൈഫിൽ കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ അല്ല. എല്ലാവരും പിന്നെയും എന്തിനെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് വീണ്ടും എഫേർട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുക. ഒന്ന് പോലെ അങ്ങോട്ട് പോട്ടെ. വരുന്നതൊക്കെ വരുന്നിടത്ത് വെച്ച് ഹാർഡാണ്. ഒരു പ്ലാനിങ് ഉണ്ടാവുക, ബട്ട് ഓവർ പ്ലാനിങ് ആക്കരുത്. അത്രയേ ഉള്ളൂ. ആൻഡ് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ വിഷയവും ഒക്കെയാണ് നാളെ ഞാൻ എന്താവണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇങ്ങനെയാണ്. ഒരു ക്യാമറയുടെ മുന്നിൽ വരുന്ന സമയത്ത് ഞാൻ വേറൊരാളാണ്, അതെനിക്കറിയാം. പക്ഷെ അത് അങ്ങനെ ആവുന്നതാണ്. എനിക്കൊരിക്കലും എനിക്കത് മാറ്റാൻ കഴിയില്ല. അത് കുറച്ച് പേര് എന്താ റിയലായിട്ട് ചെയ്തൂടെ, സംസാരിച്ചോട്ടെ, നീ എന്തിനും ഇത്ര ഓവർ ആക്കുന്നത്, നിനക്ക് അതിൻ്റെ ആവശ്യം എന്താ, മര്യാദക്ക് സംസാരിച്ചോട്ടെ. എനിക്കറിയില്ല കേട്ടോ. ഞാൻ ചിലപ്പം നേരിട്ട് സംസാരിക്കുമ്പോൾ എനിക്കത് വരില്ല. ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ വരും. അത് ശരിക്കും ഫേക്കാണെന്ന് വിചാരിക്കരുത്. വിചാരിച്ചാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഐ ഡോണ്ട് കെയർ. ആ മൈൻഡ് നിങ്ങൾക്കും ഉണ്ടാവണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.